ലൈംഗികതയാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ആത്മീയ രംഗത്തെ ഏറ്റവും വലിയ ഭീഷണി. അതിലാണ് നിങ്ങൾ ശരിക്കും അവർക്ക് ഒരു മാർഗദർശനം നൽകേണ്ടത്. അതിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്ക് പുതുമ തോന്നിയൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റിന് സഹോദരങ്ങളെ എത്രമാത്രം പ്രത്യാഘാതമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതെനിക്ക് പറഞ്ഞു തരാണ്. ചിലപ്പോൾ ഈ 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഒക്കെ വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെയും അവർക്ക് പരിസരത്തെയും കുറിച്ച് കാര്യബോധമില്ലല്ലോ എന്ന് വിചാരിച്ച ആളുകളും ലൈംഗികമായ തെറ്റുകൾക്ക് വേണ്ടി മുതിർന്ന ആളുകൾ അത്തരം കുട്ടികളെ ഉപയോഗപ്പെടുത്തും. അത് നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളും പതിവുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇത്തരം ഒരു തിന്മയെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കുട്ടിയെ സ്വകാര്യമായി കൊണ്ടുപോയി അവൻ്റെ ലൈംഗികമായ രംഗത്തുള്ള വിചാരങ്ങളെ തെറ്റായി വഴിതിരിച്ചു വിടുന്ന, തെറ്റായി തൊട്ടുണർത്തുന്ന ആ ഒരു ഉണർത്തൽ ആ കുട്ടിക്ക് ആ ജീവനാന്തം ഈ രംഗത്ത് പ്രതിസന്ധികൾക്ക് കാരണമായി തീരുന്നതാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും ഈ ലൈംഗിക സദാചാര രംഗം അവനെ സംബന്ധിച്ചിടത്തോളം നേരിടാൻ പറ്റാത്ത ഒരു ദുരന്തമായി അവശേഷിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു തിന്മ, ഒരാൾ ഒരു നിമിഷത്തേക്ക് ചെയ്ത തിന്മ ഒരു വ്യക്തിത്വത്തെ കാലാകാലത്തേക്ക് തിന്മയിലേക്ക് വലിച്ചിടുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, തെറ്റുകൾക്ക് എത്ര പ്രത്യാഘാതങ്ങളുണ്ട്. സഹോദരി സഹോദര, കൊണ്ടു നടക്കുന്ന ഒരു തെറ്റും ഒരു ഉപകാരവും ഒരു കാലത്തും നമുക്ക് തരില്ലെന്ന് നാം വിശ്വസിക്കുക. അതുകൊണ്ട് ഒരു വന്യമൃഗത്തെ കണ്ട പോലെ സഹോദരങ്ങളെ ഓടിയെടുക്കുക അള്ളാഹുവിലേക്ക്. തിന്മകളെ വിട്ട് നമുക്കൊരു പുതിയ ജീവിതവും പുതിയൊരു മോചനവും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പാപങ്ങളില്ലാതെ ജീവിക്കുക. അപ്പോൾ അത് അനുഭവമായിട്ട് വരും. സഹോദരങ്ങളെ, മറ്റൊന്ന് ശരിക്കും മനസ്സിലാക്കൂ നിങ്ങൾ. പലപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ അപകടവും അബദ്ധവും പറ്റിയത് ശരിക്കുള്ള ഓരോ കാര്യത്തിൽ ഗൈഡൻസ് തരുമ്പോൾ അതിലുണ്ടാകുന്ന തകരാറുകളാണ്. തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ ആളുകൾ തരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട പല വിദ്യാർത്ഥികളോടും സംസാരിച്ചത് എൻ്റെ അനുഭവത്തിൽ തങ്ങി നിൽക്കുന്നു. സഹോദരങ്ങളെ, ഞാനൊന്നും ആഗ്രഹിച്ചില്ല. +2 കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡിഗ്രി കോളേജിൽ പോയി പഠിക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. വാപ്പന്നെ വിട്ടില്ല. എൻട്രൻസിനെ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നെ പഠിപ്പിച്ചു. ഞാൻ പോയി കോച്ചിങ്ങിന് പോയി, എനിക്ക് കോഴ്സിന് കിട്ടി. പക്ഷെ 2 കൊല്ലം ഞാൻ തള്ളി നീക്കി. 3ാമത്തെ കൊല്ലം എനിക്ക് പറ്റിയില്ല. ആ സന്ദർഭത്തിൽ മാനസിക നില തെറ്റി. പഠനവുമില്ല സഹോദരങ്ങളെ, ജീവിതവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ ഏതു കാര്യത്തിലും അള്ളാഹിൻ്റെ ഒരു തൗഫീക്ക് നമുക്ക് വേണം. ഒരു ക്യാമ്പസിൽ ആ ക്യാമ്പസ് നമുക്ക് അനുകൂലമായി, നമ്മളവിടെ എത്തിപ്പെടുകയാണ്, അത് നമുക്ക് അനുകൂലമാകുക. നമ്മളൊരു വിവാഹം കഴിച്ചു, ആ വിവാഹം നമുക്ക് അനുകൂലമാകുക. നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി ഒരു വാഹനം തേടി, ആ വാഹനം നമ്മൾ വിചാരിച്ച പോലെ വിചാരസ്ഥലത്തേക്ക് ഒത്തു കിട്ടുക. നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് നാം ആഗ്രഹിക്കുന്ന നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക. ഇതിന് അറബിയിൽ പറയാവുന്ന പേരാണ് തൗഫീക്ക് എന്ന് പറയും. ഒരു ഉദവി, ഒരു സഹായം, എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഒരു കൈത്താങ് നമുക്ക് ലഭിക്കാന്നാണ്. സഹോദരങ്ങളെ, ഇത് ആർക്കാ ലഭിക്കുക? നിങ്ങൾ ഇത് പ്രതിനിധീകരിക്കുന്ന ഒരു നാമമുണ്ട് അള്ളാഹുവിന്, അൽ ഹാദി. അൽ ഹാദി ജീവിതത്തിന്റെ ഏതേതു രംഗങ്ങളിലും ശരിയായ ദിശയിലേക്ക് മനുഷ്യനെ നയിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ശരിയായൊരു വഴി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ അനക്കങ്ങളിലും ചലനങ്ങളിലും അള്ളാഹു നമുക്ക് നേരായ മാർഗദർശനങ്ങൾ നൽകുന്നു. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ നിമിഷം തീരുമാനിച്ച് അനുഭവിക്കാനാണിത് പറയുന്നത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ. എൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ഞാൻ വ്യത്യസ്തമായ വഴികളിലൂടെ അവരെ നാം നയിക്കും. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും. അവർക്ക് ഞാൻ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കും. അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളെ ഏത് രംഗത്തും സഹായിച്ച അള്ളാഹു കൂടെ ഉണ്ടാകുമെന്നാണ് ഹാദി എന്ന വാക്ക് പ്രതിനിധീകരിക്കുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യമാണ് എന്തരും, നമുക്ക് എന്തു കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കാവലായിട്ടൊരാൾ വേണം. ആരാണ് സഹോദരങ്ങളെ ആ കാവൽ? അള്ളാഹു. നമുക്ക് ഭയമില്ലാതെ ഉറങ്ങാം, ഭയമില്ലാതെ പരീക്ഷാ ഹാളിൽ കയറാം, ഭയമില്ലാതെ ഒരു ഭർത്താവിനെ സ്വീകരിക്കാം, ഒരു ഭാര്യയെ സ്വീകരിക്കാം. കാരണം തരൂ, നമ്മളെ കാര്യത്തിൽ നിന്നൊരു പിഴവും പറ്റൂല. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാറ്റിനും കഴിയുന്ന ഒരാളെയാണ്. അതാരാണ്? വകഫാ ബില്ലാഹി ഹസീബാ. എല്ലാറ്റിനും കാവലായി, എല്ലാറ്റിൻ്റെയും സംരക്ഷകനായി അള്ളാഹു മദീനാണ്. പക്ഷേ നമ്മളെ ഏറ്റെടുക്കോ സഹോദരങ്ങളെ? നമ്മളെ ഏറ്റെടുക്കൂ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മളെ ഏറ്റെടുക്കുമോ അവൻ? വളരെ ചെറിയ നിലക്ക് നമുക്ക് ജീവിതത്തിൽ വരുന്നാവുന്ന മാറ്റങ്ങളെപ്പോലും മാറ്റാതെ വരുന്നത് വരട്ടെ എന്ന ഒരു ധിക്കാരത്തിലാണ് ജീവിതമെങ്കിൽ
ഏറ്റെടുക്കുമോ സഹോദരങ്ങളെ? ഒരാത്മപരിശോധന നല്ലതാണ്. അവസാനമായി അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമുക്ക് അനുഭവമായി വരേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 2 ദിവസം മുമ്പ് ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഞാൻ സംസാരിച്ചു. അത് എനിക്ക് ഇതുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഭവമാണ് എനിക്ക് നൽകിയത്. അത് പറഞ്ഞുകൊണ്ടാവട്ടെ ഞാൻ അവസാനത്തെ കാര്യത്തെ പരിചയപ്പെടുത്തേണ്ടത്. ഗൾഫിലാണ് അദ്ദേഹത്തിന് ജോലി. അപ്പോൾ നല്ല ഉയർന്ന ഡിഗ്രി ഇരിക്കുന്ന നിങ്ങളെക്കാളും ഏറ്റവും അധികം ഉയർന്ന ഡിഗ്രിയും ഉയർന്ന വർഷം പഠിക്കുകയും ചെയ്തതാണ് ആ സഹോദരി. എന്നിട്ട് അവരും വെക്കേഷനിൽ ഭർത്താവിൻ്റെ കൂടെ ചെലവഴിക്കാൻ ഗൾഫിലെത്തി. അങ്ങനെ കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ, ഭർത്താവ് ജോലിക്ക് പോയാൽ അവരൊറ്റക്കാണ്. സമയം പോകാൻ അവർ കണ്ട മാർഗം ടി വി കാണുക. ഏത് ടി വി സഹോദരങ്ങൾ? ഇസ്ലാമിക ചാനലുകൾ മാത്രം. പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ചൊന്നും പഠിക്കാത്തൊരു സഹോദരിയാണ്. അങ്ങനെ അവർ ഇസ്ലാമിക് ചാനലുകൾ കണ്ടു. 4 മണിക്കൂർ ഒരു ദിവസം കാണുന്നു. കണ്ട് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു ചാനൽ മാത്രമാണ് കാണുന്നത്. ആ ചാനൽ ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും എല്ലാ വശങ്ങളും നമ്മൾ പഠിക്കണമല്ലോ. പക്ഷേ അങ്ങനെയല്ല അവർ പഠിച്ചത്. അവർ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എന്താ പറയുക, കഴിഞ്ഞ വഴിവിട്ട കാലഘട്ടത്തിലെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അവരുടെ മനസ്സിലേക്ക് വന്നു. നരകത്തെ ഒരു ഭാഗത്തും താൻ ചെയ്തു പോയ തെറ്റുകളെ ഒരു ഭാഗത്തും നിർത്തി അവർ ആലോചിച്ചു. നാഥ, ഈ തെറ്റിൻ്റെ റിക്കാർഡുമായി ഞാൻ നിൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നവർ ചിന്തിച്ചു. അവർ മക്കളെ മറന്നു, ഭർത്താവിനെ മറന്നു, ജീവിതം മറന്നു, ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലായി. സഹോദരങ്ങൾ, അധികമൊന്നും വേണ്ട. സൂറത്തുൽ ഫുർഖാൻ്റെ ആ പരിഭാഷ എടുത്ത് വെച്ചിട്ട് ഒരായത്ത് ഞാൻ തൊട്ട് കാണിച്ചു കൊടുത്തു. ഒരായത്ത്. നിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പഠിക്കണമല്ലോ. സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു പേരാണ് അള്ളാഹു തവ്വാബാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ ഏതു പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കും. അവൻ അഫുവാണ്, ഗഫാറാണ്, ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെ അവൻ നമുക്ക് പുറത്തു തരും. എത്രമാത്രം നിറയങ്ങൾ! യബ്ന ആദം, ആദമിൻ്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമിയുടെ അത്ര ഭാരം തെറ്റുകളുമായി നീ എൻ്റെ അടുക്കൽ വരുന്നു. തുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, നീ ശിർക്കില്ലാതെ ഞാനല്ലാത്ത മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കാതെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹു എന്നല്ലാത്ത രക്ഷയ്ക്ക് വേണ്ടി ഒരു നൂല് കെട്ടാതെ, അള്ളാഹു അല്ലാത്ത പേരിൽ സത്യം ചെയ്യാതെ, കറകളഞ്ഞ കലിമത്തിൻ്റെ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ വരുന്നതെങ്കിൽ തുല്യമായ പാപമോചനവുമായി ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹു പൊറുക്കും. അള്ളാഹു തെറ്റുകളെ പുറത്തു തരും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ പടച്ചോ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മളില്ല സഹോദരങ്ങളെ. ഈ ഭൂമുഖത്ത് ഒരു ജീവജാലങ്ങളും ഇന്ന് നിലനിൽക്കില്ല. ഓരോ തെറ്റുകൾക്കും അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുന്നുവെങ്കിൽ, മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങൾക്ക് അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ഒരു ജന്തുവും ഒരു ജീവിയും ഇവിടെ നിലനിൽക്കുകയില്ല, ഉപേക്ഷിക്കപ്പെടുകയില്ല. തെറ്റുകൾക്ക് ശിക്ഷ നൽകാൻ ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സമയമെത്തിയാൽ അള്ളാഹു തൻ്റെ ശിക്ഷയും തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതാണ്. സഹോദരങ്ങളെ, അങ്ങേയറ്റം പൊറുക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്ന പടച്ചോനെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കാൻ ഇനി നമ്മൾ സമയം കാത്തിരുന്നു കൂടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സുകളിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, എല്ലാറ്റിനും സാക്ഷിയായ നമ്മെ കാണാത്തപ്പോൾ പോലും നമ്മളെ നിരീക്ഷിക്കുന്ന ഒരുത്തൻ മാത്രം നമ്മളോടൊപ്പമാകുമ്പോൾ തെറ്റു ചെയ്യുന്നവരാണോ നമ്മൾ? എങ്കിൽ അള്ളാഹുവിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് തകരാറ് പറ്റിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും ഇവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഓരോന്നും സൂക്ഷ്മതയോടുകൂടി എഴുതിയെടുത്ത് ജീവിതത്തിലേക്ക് ചേർക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദീപ്തമായ ഒരു പ്രകാശം കത്താനിരിക്കുന്നു. ആ പ്രകാശത്തിൻ്റെ ഛായയിൽ ഈ ലോകത്തെയും ഈ ലോകത്തെ ജീവിതത്തെയും കാണുമ്പോൾ അതിന് നാം ഇന്ന് അനുഭവിക്കാത്തൊരു സുഖം ജീവിതത്തിൽ അനുഭവിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തിൻ്റെ വശത്തെ അനുഭവത്തിലൂടെ ഏറ്റെടുക്കുക സഹോദരങ്ങളെ. അള്ളാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ്. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് നന്മകളിലൂടെ അവൻ്റെ